ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അതിരപ്പള്ളി വഴി മലക്കപ്പാറ വാൽപ്പാറ കയറി ആലിയാർ ഡാമിൻ്റെ കുറച്ച് വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു വരാനാണ്. നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. ആവശ്യത്തിനുള്ള ഫ്യൂവലെല്ലാം നിറച്ച് നമ്മൾ കുറിച്ചലക്കോട് വഴി മലയാറ്റൂർ കയറിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അടിവാരത്തെത്തി. അടിവാരത്തുനിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്താണ് നമ്മൾ പ്ലാന്റേഷൻ റോട്ടിലേക്ക് കയറുന്നത്. പോകുന്ന വഴിക്ക് നമ്മുടെ നക്ഷത്ര തടാകം നമുക്ക് കാണാൻ പറ്റും. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഫോട്ടോ എടുക്കുവാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ പ്ലാന്റേഷൻ റോട്ടിലേക്ക് തിരിഞ്ഞു. ഈ റോഡ് അല്പം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് എത്തും. പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്ന് നമുക്കൊരു പാസ് എടുക്കണം. 25 രൂപയുടെ ഒരു പാസ് ഉണ്ട്. അതെടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഫാക്ടറികളുണ്ട് പ്ലാന്റേഷൻ്റെ. അതുപോലെ തന്നെ റോഡുകൾ അത്ര നല്ല റോഡുകളൊന്നുമല്ല, അല്പം മോശമാണ്. എങ്കിലും ചില സ്ഥലത്തെ റോഡുകൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള റോഡുകളും ഇടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബർ പ്ലാന്റേഷൻ റോട്ടിലൂടെയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ് കാണാം. കാരണം എപ്പോൾ വേണമെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റോഡിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അധികം തിരക്കില്ലാത്തൊരു റോഡാണ്. അങ്ങനെ നമ്മൾ പാം ഓയിൽ പ്ലാന്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ റൂട്ടിൽ മിക്കപ്പോഴും നമുക്ക് കാട്ടാനകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. അങ്ങനെ നമ്മൾ മുമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തും പ്ലാന്റേഷൻ്റെ. അവിടെ നമ്മൾ നേരത്തെ എടുത്ത പാസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ആ മുമ്പിൽ നിന്ന് വരുന്ന വഴി അങ്കമാലിയിൽ നിന്ന് വരുന്ന റൂട്ടാണ്. ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ നേരെ വെറ്റിലപ്പാറ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രിഡ്ജാണ് ഈ വെറ്റിലപ്പാറ ബ്രിഡ്ജ്. ഇവിടെ പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകളെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇറങ്ങുന്നവർ സൂക്ഷിച്ച് ഇറങ്ങുക, വളരെ ശ്രദ്ധയോടെ വേണം ഇറങ്ങാൻ. വാഹനം നമുക്ക് പാലത്തിൽ നിർത്താനുള്ള പെർമിഷൻ ഇല്ല. മുന്നോട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് സിൽവർ സ്റ്റോൺ കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ നേരെ അതിരപ്പള്ളി റൂട്ടിലേക്ക് കയറുവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഹോട്ട് എയർ ബലൂൺ കണ്ടു. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ റൂട്ടിൽ അതിനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. വരുന്ന വഴിക്ക് നമുക്ക് ഈ സ്പോട്ടിൽ വണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിരപ്പള്ളിയുടെ വിഷ്വൽസ് നമുക്ക് ഈ റോട്ടിൽ നിന്ന് തന്നെ കാണാം. അതിരപ്പള്ളി കയറാൻ നമുക്ക് ഈ യാത്രയിൽ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിരപ്പള്ളിയുടെ വിഷ്വൽസ് മാത്രം എടുത്ത് നമ്മൾ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് കാര്യങ്ങൾ വരുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന കടകളാണ്. ഈ റൂട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് ഫോറസ്റ്റ് റൂട്ടാണ്. ഇത് ആദ്യം എത്തുന്നത് വാഴച്ചാൽ എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റിലേക്കാണ്. അവിടെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ചാർപ്പ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ അവിടെ വെള്ളം വളരെ കുറവാണ്. മഴക്കാലത്ത് ഭയങ്കര രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ തന്നെ നമുക്ക് പുതിയ പാലം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തി. ഈ വാഴച്ചാലിൽ അവിടെ നമുക്കൊരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാം. അല്ലാത്തവർക്ക് നേരെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എൻട്രി എടുക്കണം. അവിടെ നമ്മൾ പാസ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എത്ര വെള്ളത്തിൻ്റെ കുപ്പികൾ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. റോഡ് നാരോ റോഡുകളാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മളിതിൽ പോകാനായിട്ട്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് വാഴച്ചാൽ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇതൊരു അയൺ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ അങ്ങനെ വണ്ടികൾ നിർത്താനുള്ള അനുവാദമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള വിഷ്വൽസാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അത് ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത് വരുന്നത് പുളിയിലപ്പാറ എന്ന് പറയുന്ന ടൗണാണ്. അവിടെ ഫേമസ് ആയിട്ടൊരു മ്ലാവൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചായ വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നും ഇല്ല. പിന്നെ റിസർവോയർ കാര്യങ്ങളും ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ മാത്രമാണ് നമ്മുടെ യാത്ര വരുന്നത്.
അടുത്തത് വരുന്നത് ആനക്കയം ബ്രിഡ്ജാണ്. മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലേക്കുള്ള വഴിയെല്ലാം കാണാൻ പറ്റും. ഫോറസ്റ്റിൻ്റെ ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ്. ഫോണിലൂടെ അത് എത്ര ഭംഗി തോന്നിക്കുന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ വളരെ അടിപൊളിയായിരുന്നു. ആ കാണുന്ന മുകളിലത്തെ വഴിയിലൂടെയാണ് നമ്മളിന്ന് കയറി പോകാൻ പോകുന്നത്. മഴയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇത്തിരി കരിഞ്ഞുണങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്, പക്ഷെ മഴക്കാലത്ത് വന്ന വേറൊരു ഭംഗിയാണ് ഈ റൂട്ട്. അടുത്തത് നമ്മൾ എത്താൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ പെൻസ്റ്റോക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂവും ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ഈ യാത്രയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് തോട്ടപ്പുര വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മുടെ മെയിൻ ഒരു പോയിന്റിലെ ഒന്നായിട്ടുള്ള മലക്കപ്പാറയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് കേരള തമിഴ്നാട് ബോർഡറാണ്. ഇവിടെ ഹോട്ടലുകൾ, കടകൾ, അതുപോലെ തന്നെ നിസ്കരിക്കാൻ പള്ളി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു പ്ലാന്റേഷൻ ഏരിയ ആണ്, ടീ പ്ലാന്റേഷൻ ആണ്. ഭയങ്കര രസമുള്ള വ്യൂ ആണ് ഇവിടുന്ന്. ഈ കാണുന്നത് മനോഹരമായിട്ടുള്ളത് ഒരു ചെക്ക് പോസ്റ്റാണ്, മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അവിടെ ടോയ്ലറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പാസ്വേഡ് സബ്മിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ഇതിന് അപ്പുറത്തേക്ക് തമിഴ്നാടാണ്. തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ വിശാലമായിട്ടുള്ളൊരു ടീ പ്ലാന്റേഷൻ റൂട്ടിലേക്കാണ്. തമിഴ്നാട് കയറുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഇ പാസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഇ പാസ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് എടുക്കാം. തേയിലത്തോട്ടങ്ങളോട് ചേർന്ന് കാണുന്ന മനോഹരമായിട്ടുള്ളൊരു സെമിത്തേരിയാണ് ആ കാണുന്നത്. തമിഴ്നാട്ടിലെ വടക്കൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. നല്ല വട, ചെറിയ ദ്വാരവും ഉള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ട്. ആ കാണുന്നതാണ് ഷോളയാർ ഡാം. വെള്ളം കുറവായതുകൊണ്ട് തന്നെ പാറകളുടെ ഒരു ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റി. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഡാമിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്, അത് തുറന്നിട്ടില്ല. ഈ കാണുന്നതാണ് ഷോളയാർ ഡാമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമുക്ക് വേറെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാണുന്ന ഗേറ്റിലൂടെ നമുക്ക് മുമ്പോട്ട് പോയി റിസർവോയറിൻ്റെയും ഡാമിൻ്റെയും ഭംഗിയെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇവിടെ നിന്നുള്ള ഇനി കുറച്ച് ദൂരം മൊത്തം ഈ റിസർവോയറിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അല്പസമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല കാറ്റും നല്ല പ്രകൃതി ഭംഗിയും.
റിസർവോയറിലേക്ക് ഇറങ്ങാനുള്ളൊരു എൻട്രി പോയിൻ്റാണിത്. ഇനി അങ്ങോട്ട് മൊത്തം ടീ പ്ലാന്റേഷൻസ് ആണ്. ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ വാൽപ്പാറ ഈ പ്രദേശത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൗണിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ടൗണിലേക്കുള്ള റൂട്ടാണ് പിടിച്ചത്. ടൗണിൽ കയറാനോ ഭക്ഷണം കഴിക്കാനോ പ്ലാൻ ഇല്ലാത്തവർക്ക് ടൗൺ കയറാതെ തന്നെ പോകാൻ മറ്റൊരു വഴിയുണ്ട്. വാൽപ്പാറ ടൗണിലുള്ള ഗ്രീൻ ഹിൽസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്. അത്യാവശ്യം നല്ല പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോട്ടലിൻ്റെ ആംബിയൻസ് ആണെങ്കിലും വളരെ നല്ലതാണ്. ടോയ്ലറ്റും നല്ലതാണ്, പക്ഷെ അതൊരു പ്രോപ്പറായിട്ട് അത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് പിന്നീട് ഇടയ്ക്ക് മേടിക്കണം തോന്നിയ ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ മേടിക്കണം. ഞങ്ങൾ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയും അതുപോലെ തന്നെ 2 പൊറോട്ടയും പിന്നെ ഒരു ചെട്ടിനാട് കറിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലാണ്. ഇത് ഏകദേശം ഒരു 40 ബെൻഡ് നമുക്ക് വരുന്നുണ്ട് കയറ്റം ഇറക്കമായിട്ട്. ഈ റൂട്ടിലാണ് ഇനി നമ്മൾ ആലിയാർ ഡാമിൻ്റെ വിഷ്വൽ നമ്മൾ കാണാൻ പോകുന്നു മുകളിൽ നിന്ന്. ഇവിടെ നിന്നുള്ള ടീ പ്ലാന്റേഷൻ്റെ വിഷ്വൽസ് ഒന്നും ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസാണ്. ഭയങ്കര ഫോട്ടോ എടുക്കാനൊക്കെ വളരെയധികം നല്ല അടിപൊളി സ്പോട്ടുകളാണ് ഇതൊക്കെ. ഈ കാണുന്ന പോയിന്റിൽ ഞങ്ങൾ കുറേ നേരം വണ്ടി നിർത്തി കുറേ നേരം സ്പെൻഡ് ചെയ്തു. ആ മേഘങ്ങളുടെ ഇടയിൽ നിന്നുള്ള സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റോട്ടറി റോഡ് ബാരിയേഴ്സ് കാണുന്നത്. ഓൺ ദ വേ കണ്ട വേറൊരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൂക്കൾ പൂത്തു നിൽക്കുന്നത് കാണാം. ഫൈനലി നമ്മൾ ലാസ്റ്റ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്പേസ് ഉള്ള എവിടെയെങ്കിലും സേഫായിട്ട് വണ്ടി ഒതുക്കി നിർത്തി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ വ്യൂ കാണാം. ഈ ഒരു വ്യൂ മാത്രമല്ല, 5:30 കഴിഞ്ഞാണ് നിങ്ങൾ വൈകിട്ട് എത്തുന്നതെന്നുണ്ടെങ്കിൽ പൊള്ളാച്ചി ടൗണിൻ്റെ നൈറ്റ് വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ഈ ഒരു ബെഞ്ചിലാണ് വണ്ടി നിർത്തിയത്. പക്ഷേ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം ബസ്സുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് പാസ് ചെയ്ത് പോകാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. സന്ധ്യ ആയതോടെ നമ്മൾ യാത്ര തിരിച്ചു. ചെക്ക് പോസ്റ്റെല്ലാം പിന്നിട്ട് നമ്മൾ യാത്ര തുടർന്നു. വരുന്ന വഴിക്കൊരു ഹോട്ടൽ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ട് ഞങ്ങളൊരു ബൺ പൊറോട്ട കഴിക്കാനായിട്ട് നിർത്തി. ഇലയിലാണ് ഇവിടെ നമുക്ക് ഭക്ഷണം എല്ലാം തരുന്നത്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. നമ്മൾ ജസ്റ്റ് ആ പൊറോട്ട മാത്രമാണ് കഴിച്ചത്. സൈഡായിട്ടുള്ള കറി ഒരു നോർമൽ കറിയാണ്, വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല.
തിരിച്ച് നമ്മൾ ഗോവിന്ദപുരം, വടക്കാഞ്ചേരി, തൃശ്ശൂർ റൂട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.